മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചാപ്റ്റർ 10 ആണ് ഡിസ്കസ് ചെയ്യുക, അതായത് ക്രൈസിസ് മാനേജ്മെൻറ്റ് ആൻഡ് റീസൈലൻസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് അല്പം മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ക്രൈസിസ് മാനേജ്മെൻറ്റ്, ഒപ്പം തന്നെ റീസൈലൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പറയുന്നുണ്ട്. റീസൈലൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കും. അതിനുശേഷം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം ക്രൈസിസിൻ്റെ മീനിങ്: എ ക്രൈസിസ് ഇസ് ആൻ അൺഎക്സ്പെക്റ്റഡ് നോൺ റൊട്ടീൻ ഇവൻറ്റ് ഓർ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ക്രിയേറ്റ് അൺസർട്ടനിറ്റി ആൻഡ് പോസസ് എ സിഗ്നിഫിക്കൻറ്റ് ത്രെറ്റ് ടു ഹൈ പ്രയോറിറ്റി ഗോൾസ്. അതായത് സ്ഥാപനത്തിൻ്റെ ഹൈ പ്രയോറിറ്റി ഗോൾസ്, അതായത് ഉയർന്ന മുൻഗണന കൊടുക്കുന്ന ലക്ഷ്യങ്ങൾ, അല്ലേ, സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ അതിനൊരു ത്രെട്ടായിട്ട് നിൽക്കുന്ന, ഭീഷണി ആയേക്കാവുന്ന സീരീസ് ഓഫ് ഇവൻറ്റ്സ്, എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ പൊതുവെ സംഭവിക്കാത്ത നോൺ റൊട്ടീൻ ആയിട്ടുള്ള ഇവൻറ്റുകളോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റുകൾ. അപ്പോൾ അങ്ങനെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് തുരങ്കം വയ്ക്കാവുന്ന അല്ലെങ്കിൽ ത്രെട്ടായേക്കാവുന്ന തരത്തിലുള്ള സംഭവങ്ങളെയാണ് നമ്മൾ ക്രൈസിസ് എന്ന് പറയുക. ഇറ്റ് ക്യാൻ ബി ഇൻറ്റൻഷണൽ ക്രൈസിസ് ആവാം, അതായത് ആരെങ്കിലും ബോധപൂർവം ചെയ്യുന്ന, ഉദാഹരണത്തിന് ടെററിസ്റ്റ് അറ്റാക്കോ അല്ലെങ്കിൽ ടെററിസം അല്ലെങ്കിൽ സബോട്ടേജ്, അട്ടിമറി, അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് അൺഎത്തിക്കൽ മാനേജ്മെൻറ്റ്, അൺഎത്തിക്കലായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് അവിടെ നടക്കുക സ്ഥാപനത്തിൽ. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളാകാം, ഓർ അൺഇൻറ്റൻഷണൽ ആകാം. അതായത് ഇപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിക്കുന്നതായിരിക്കാം, അല്ലെ, പ്രകൃതി ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഇക്കണോമിക് ഡൗൺ ടേൺസ്, സാമ്പത്തികമായിട്ടുള്ള തകർച്ചയായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് സ്ഥാപനത്തിൻ്റെ ഹൈ പ്രയോറിറ്റി ഗോൾസിനെ ത്രെറ്റൻ ചെയ്യുന്ന വിധത്തിൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഇവൻറ്റുകളെയാണ് നമ്മൾ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്, അല്ലേ. ഒരു ക്രൈസിസ്, ഒരു സന്നിഗ്ധാവസ്ഥ എന്നൊക്കെ പറയാം. ഇനി എന്താണ് റീസൈലൻസ് എന്നുള്ളത് നോക്കുക. ഒരു ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രൈസിസിനെ അതിന് നമ്മൾ എതിർത്ത് നിൽക്കുക, അല്ലെങ്കിൽ അതിനെതിരെ പോരാടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് റീസൈലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ റീസൈലൻസ് ഈസ് ദി കപ്പാസിറ്റി ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾക്ക് എതിർത്ത് നിൽക്കുക അല്ലെങ്കിൽ പോരാടി നിൽക്കാനുള്ള, അതിജീവിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി. സച്ച് ആസ് എൻ ഓർഗനൈസേഷൻ, സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി, എന്തു തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള ഡിസാസ്റ്ററുകൾ, ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ അതിജീവിക്കുന്ന എന്നുള്ളതാണ് റീസൈലൻസ് എന്ന് ഉദ്ദേശിക്കുക. ടു അഡാപ്റ്റ് പ്രൊആക്റ്റീവ്ലി, എന്താണോ ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നത് അതിനോട് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട്, അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മളതിനെ അതിജീവിക്കുന്നതിനാണ് റീസൈലൻസ് എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ പ്രൊആക്റ്റീവ്ലി വിത്ത് സ്റ്റാൻഡ് ആൻഡ് റിക്കവർ ഫ്രം ഡിസ്റ്റർബൻസസ് വെദർ ദേ ആർ എക്സ്പെക്റ്റഡ് ഓർ അൺഎക്സ്പെക്റ്റഡ്. എക്സ്പെക്റ്റഡ് ആണെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും അത്തരത്തിലുള്ള ഡിസാസ്റ്ററുകൾ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസുകളിൽ നിന്ന് റിക്കവർ ചെയ്യുക, അതിനെതിരെ അതിജീവിക്കുക എന്നുള്ളതാണ് റീസൈലൻസ് എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ ഒരു ഓർഗനൈസേഷണൽ കണ്ടക്സ്റ്റിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്രൈസിസുകൾ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുക. ഇനി എന്തുകൊണ്ടാണ് ക്രൈസിസ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കി പോകാം. പ്രൊട്ടക്റ്റിംഗ് റെപ്യൂട്ടേഷൻ. ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു റെപ്യൂട്ടേഷൻ, ആ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ കൂട്ടുന്നതിന് കാരണമാകും. ക്രൈസിസിൽ തകർന്നു പോയി കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ ഉൾപ്പെടെയാണ് തകരുക, അല്ലേ. ആ പബ്ലിക്കിൻ്റെ ട്രസ്റ്റും കോൺഫിഡൻസും എല്ലാം ആ സ്ഥാപനത്തെ സംബന്ധിച്ച് തകർന്നു പോകും. ദെൻ ഓപ്പറേഷണൽ കണ്ടിന്യൂറ്റി. ഒരു സ്ഥാപനം തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, അതിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, ക്രിട്ടിക്കലായിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം കൃത്യമായിട്ട് നടക്കണം, അല്ലേ. അപ്പോൾ ടു വർക്ക് റെസ്യൂം ക്വിക്കലി. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തുടർന്നുകൊണ്ട് പോകാൻ നല്ലൊരു ക്രൈസിസ് മാനേജ്മെൻറ്റ് അവിടെ ഉണ്ടാകേണ്ടതാണ്. ലീഗൽ കംപ്ലയൻസ്, ലീഗലായിട്ടുള്ള കംപ്ലയൻസ് അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങളോട് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അനുവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു സ്ഥാപനം ആയിട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയും ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് വയലേഷൻസ് ആൻഡ് ലീഗൽ കോൺസിക്വൻസസ്, അല്ലേ. ഇപ്പോൾ ലീഗലായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ വരുക അല്ലെങ്കിൽ ലീഗലി നമ്മൾ വയലേഷൻ കാണിക്കുന്നു എന്നുള്ളത് ആ രീതിയിൽ ഒരു പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാണ്ടിരിക്കുക തുടങ്ങിയതെല്ലാം ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് അത്തരത്തിലുള്ള ലീഗൽ വയലേഷൻസ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലേ. ദെൻ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കേണ്ടതാണ്. റെഡ്യൂസസ് ഫൈനാൻഷ്യൽ ലോസസ് ആൻഡ് എൻഷുവേഴ്സ് സസ്റ്റൈനബിലിറ്റി. ഫൈനാൻഷ്യലായിട്ടുള്ള ലോസുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ക്രൈസിസ് വരുമ്പോൾ, അപ്പോൾ അത് ഉണ്ടാകാൻ നോക്കുക എന്നുള്ളതും ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്രധാനമാണ്. എംപ്ലോയീസിൻ്റെ സേഫ്റ്റി നോക്കണം, അല്ലേ. സ്റ്റാഫിനെയും ഒക്കെ സേഫ്റ്റി നോക്കാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ അത് അവരുടെ മൊറലിനെ വരെ അഫക്റ്റ് ചെയ്യാം, അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതെല്ലാം ക്രൈസിസ് മാനേജ്മെൻറ്റ് ശ്രദ്ധ കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം സ്ട്രാറ്റജീസ് ഫോർ മാനേജിങ് ക്രൈസിസ് ആൻഡ് ഡിസറപ്ഷൻസ്.
അപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് അവിടെ അവലംബിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുക. അതിലൊന്നാമത്തെ കാര്യം, ചെക്ക് കോർ വാല്യൂസ് ആൻഡ് ഗാദർ ഇൻഫർമേഷൻ. കോർ വാല്യൂസ്, ഒരു സ്ഥാപനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും ചെയ്യുക, അല്ലേ, ഗാദർ ഇൻഫർമേഷൻ. അപ്പോൾ എൻഷുവർ ദ മിഷൻ, വിഷൻ ആൻഡ് വാല്യൂസ് ഗൈഡ് ദ ക്രൈസിസ് സ്ട്രാറ്റജി വിതൗട്ട് ഓൾട്ടറിങ് ദ കോർ പ്രിൻസിപ്പിൾ. ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യാതെ തന്നെ ഈ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു മിഷൻ ഉണ്ടാവും, വിഷൻ ഉണ്ടാവും, വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അസസ് ദ വൾണറബിലിറ്റീസ് യൂസിങ് ടൂൾസ് ലൈക്ക് ദ ക്രൈസിസ് വൾണറബിലിറ്റി മെട്രിക്സ്, അല്ലേ. അപ്പോൾ വൾണറബിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് വീക്ക്നെസ്സുകളെയാണ്, അല്ലേ. വൾണറബിലിറ്റീസ് എന്ന് വെച്ചാൽ വൾണറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമ്മളൊരു ക്രൈസിസ് വൾണറബിലിറ്റി മെട്രിക്സ് ടു റാങ്ക് ക്രൈസിസ് ബൈ ലൈക്ലിഹുഡ് ആൻഡ് ഇമ്പാക്റ്റ് പ്രയോറിറ്റൈസിങ് പ്ലാനിങ് എഫേർട്സ്, അല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് ക്രൈസിസ് ഉണ്ടാകാനുള്ള സാധ്യത, ഏതൊക്കെ പ്രവർത്തനങ്ങളെയാണ് ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ അഫക്റ്റ് ചെയ്യുക, അപ്പോൾ അതിനെയൊക്കെ നമ്മളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക, ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലേ. ഒരു ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലെ ഏതൊക്കെ പാർട്ടുകളെ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളെ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഓർഡറിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ഏതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ച് വയ്ക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ് സൂചിപ്പിക്കുക. രണ്ടാമത്തെ സെറ്റ് ഗോൾസ് ആണ്. ഡിഫൈൻ ഹൈ ലെവൽ ഔട്ട്കം സച്ച് ആസ് മെയിൻറ്റെയിനിങ് സേഫ്റ്റി. അതായത് നമ്മൾ ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് പ്രത്യേകം മുൻഗണന കൊടുക്കേണ്ടത്. സച്ച് ആസ് മെയിൻറ്റെയിനിങ് സേഫ്റ്റി കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മിനിമൈസിങ് ഡിലേസ്, അല്ലേ, ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകണം. അപ്പോൾ ആ ഡിലേ പരമാവധി കുറയ്ക്കണം. ഓർ എൻഷുറിങ് ക്യാഷ് ഫ്ലോ, നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനം മുന്നോട്ട് പോകുകയുള്ളൂ, അല്ലേ. ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രധാനപ്പെട്ട ഐറ്റമാണ്. ഒരു ഓപ്പറേഷണൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യണമെങ്കിൽ ക്യാഷ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് ഫ്ലോ ഉറപ്പുവരുത്തണം. അവോയ്ഡ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ലൈക്ക് സീറോ ഇമ്പാക്റ്റ്. ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ സീറോ ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ സ്ഥാപനത്തിന് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ അങ്ങനെ ഓർക്കരുത്. അത് അൺറിയലിസ്റ്റിക് ആണ്. യഥാർത്ഥ ബോധത്തോടു കൂടി എന്തായാലും ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെങ്കിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. സീറോ ഇമ്പാക്റ്റ് ആണെന്ന് ഓർത്തിരിക്കരുത്. അതായത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ആൻഡ് ഫോക്കസ് ഓൺ റീസെറ്റിംഗ് പ്രയോറിറ്റീസ് ഡ്യൂറിങ് എ ക്രൈസിസ്. അപ്പോൾ ഒരു ക്രൈസിസിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രയോറിറ്റികളെ നമ്മളൊന്ന് പുനർനിർണ്ണയിക്കുക എന്നുള്ളതാണ്, അല്ലേ. ആ ഒരു പ്രയോറിറ്റികൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് അതിനനുസരിച്ച് അതിനെ പുനഃക്രമീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ദെൻ ഫോം എ ടീം. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് അസംബിൾ എ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീം വിത്ത് മെമ്പേഴ്സ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമിന് രൂപം കൊടുക്കണം. പല ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, IT-യുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ക്ലയൻറ്റ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളും ആ ടീമിലുണ്ടായിരിക്കണം. എക്യുപ് ദ ടീം വിത്ത് റിസോഴ്സസ് ആൻഡ് സപ്പോർട്ട് ടു ഡ്രാഫ്റ്റ് ആൻഡ് എക്സിക്യൂട്ട് ദ ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്ലാൻ. അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ്, സപ്പോർട്ടും അത്തരം കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണം. റെക്കഗ്നൈസ് പ്രൈമറി റിസ്ക്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്കുകൾ എന്തൊക്കെയാണ്, കീ റിസ്ക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അനലൈസിങ് വൾണറബിലിറ്റീസ്, വീക്കായിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡിങ് റിസ്കുകൾ, ഡെവലപ്പ് സ്ട്രോങ് പ്ലാൻസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് റിസ്ക്കുകൾ എന്ന് കൃത്യമായിട്ട് മുൻകൂട്ടി മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്ലാനുകൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും, അല്ലേ. ആ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും. ടു സസ്റ്റെയിൻ ഓപ്പറേഷൻസ് ആൻഡ് അവോയ്ഡ് ലോങ് ടൈം ഡാമേജ്. അപ്പോൾ പ്രവർത്തനങ്ങൾ, ബിസിനസ് പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരാനും ലോങ് ടൈമിലേക്കുള്ള ഒരു ഡാമേജ് ഒക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടി ഇത് സഹായിക്കും. ദെൻ ഡിസ്റിഗാർഡ് നോർമാറ്റീവ് ഹൈറാർക്കിക്കൽ ബാരിയേഴ്സ്. ഡിസ്റിഗാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ പരിഗണന കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നോർമാറ്റീവ് ഹൈറാർക്കിക്കൽ ബാരിയേഴ്സ്, അതായത് ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെയിൻ ഓഫ് കമാൻഡിനെയാണ് സൂചിപ്പിക്കുക. അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള ഒഫീഷ്യൽസ്, അതിന് താഴെയുള്ള ആളുകൾ, അങ്ങനെ ഒരു ചെയിൻ ഓഫ് അതോറിറ്റി അവിടെയുണ്ട്. അതിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് സമയത്ത് കൊടുക്കേണ്ട എന്നുള്ളതാണ്, അല്ലേ. അതായത് ബ്രേക്ക് ട്രഡീഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ടു ഇൻവോൾവ് ലീഡേഴ്സ് വിത്ത് എക്സ്പെർട്ടൈസ് ആൻഡ് എന്തൂസിയാസം. ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അത് സീനിയോറിറ്റി ഒന്നും കൂടെ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. അതിൽ ആ ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഏബിളായിട്ടുള്ള ആരാണോ അവരെ ആ ടീമിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അല്ലേ. വിത്ത് എക്സ്പെർട്ടൈസ് ആൻഡ് എന്തൂസിയാസം. ക്രിയേറ്റ് എ ഫ്ലെക്സിബിൾ ആക്ഷൻ പ്ലാൻ ദാറ്റ് എനേബിൾസ് ക്വിക്ക് ആൻഡ് എഫക്റ്റീവ് റെസ്പോൺസ്. അപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ക്വിക്കായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. അതിനുവേണ്ടി ഏബിളായിട്ടുള്ള ആളുകൾ നിയമിക്കുക എന്നുള്ളതാണ്. അവിടെ ഹൈറാർക്കിക്കൽ ബാരിയേഴ്സ് ഒന്നും തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ദെൻ ടേക്ക് സ്ട്രാറ്റജിക് ആക്ഷൻസ്, അല്ലേ. അടുത്ത പോയിൻ്റാണ് ഇറ്റ് ഇൻവോൾവ്സ് അഡ്രസ്സിങ് ഐഡൻറ്റിഫൈഡ് വീക്ക്നെസ്സസ്. അതായത് നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ വീക്ക് ഏരിയ എന്നുള്ളത്, ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഏറ്റവും അഫക്റ്റ് ചെയ്യുന്ന പാർട്സ് ഏതാണ്, അതാണ് അവിടുത്തെ വീക്ക് ഏരിയ എന്ന് പറയുന്നത്, അല്ലേ. അത്തരത്തിലുള്ള വീക്ക് ഏരിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടുപിടിക്കുക. സച്ച് ആസ് സെക്യൂറിങ് എമർജൻസി റിസർവ്. നമുക്ക് എമർജൻസി റിസർവ് എന്ന നിലയിൽ എന്തൊക്കെ കീപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ
അത് കീപ്പ് ചെയ്യുക. എൻഷുറിങ് റോബസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക, അല്ലേ? ഓർ ഡെവലപ്പിംഗ് റീസൈലൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ശക്തമുള്ളതാക്കുക. അവിടെ നമ്മുടെ വൈദ്യുതി, ഒപ്പം തന്നെ റോഡ് മാർഗ്ഗങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുക. സ്ട്രെങ്തൻ ഫൈനാൻസ് റിലേഷൻഷിപ്പ് ആൻഡ് റെപ്യൂട്ടേഷൻ പ്രീഎംറ്റീവ്ലി, അല്ലേ? നമ്മുടെ ഫൈനാൻസ് സ്ട്രെങ്തൻ ചെയ്യുക, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഗവൺമെൻറ്റായിട്ടും മറ്റ് സ്ഥാപനങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് കൊണ്ടുപോകുക, റെപ്യൂട്ടേഷൻ പ്രീഎംറ്റീവ്ലി, അല്ലേ? അപ്പോൾ തന്നെ നമ്മൾ മുൻകൂട്ടി തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. ദെൻ അസൈൻ സെൻസിറ്റീവ് പ്രയോറിറ്റീസ്. സെൻസിറ്റീവായിട്ടുള്ള പ്രയോറിറ്റീസ് നമ്മൾ അസൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ ലീഡർഷിപ്പ് ഷുഡ് ഹാൻഡിൽ സ്ട്രാറ്റജി ആസ്പെക്ട് ലൈക്ക് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് മാനേജേഴ്സ് ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്. ഒപ്പം തന്നെ ഗ്രൗണ്ട് റൂട്ടിലായിട്ട് അവിടെ നമുക്ക് ഓപ്പറേഷണൽ ഫങ്ഷൻസ് നടന്നു പോകേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് അവർ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, മോണിറ്ററിംഗ് ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മോണിറ്റർ ചെയ്യുക, ഓവർസീ ചെയ്യുക, പ്രൊട്ടക്റ്റിംഗ് റെപ്യൂട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യുക, സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സീനിയർ ലീഡർഷിപ്പ് ചെയ്യുമ്പോൾ, വൈൽ ദ ഓപ്പറേഷണൽ ടീം മാനേജസ് ദ ക്രൈസിസ് റെസ്പോൺസ്. ഓപ്പറേഷണൽ ടീം മാനേജേഴ്സ് താഴെത്തട്ടിലുള്ള നേരെ ഗ്രൗണ്ടിലിറങ്ങി കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അല്ലേ? ഓപ്പറേഷണൽ ടീം മാനേജേഴ്സ് ഈ ക്രൈസിസ് അവർ താഴെത്തട്ടിൽ നിന്ന് മാനേജ് ചെയ്യുന്നു. ദെൻ താങ്ക് ആൻഡ് റെക്കഗ്നൈസ് സ്റ്റാഫ് ആഫ്റ്റർ എ ക്രൈസിസ്. ഒരു ക്രൈസിസ് ഉണ്ടായതിനു ശേഷം നമ്മൾ സ്ഥാപനത്തിലെ ജീവനക്കാരെല്ലാം വിളിച്ചുകൂട്ടി അവരെടുത്ത എഫേർട്സിനും മറ്റും എന്ത് ചെയ്യണം, നമ്മൾ അക്നോളജ് ചെയ്യണം, അത് കൃതജ്ഞത രേഖപ്പെടുത്തണം, അല്ലേ? കണ്ടക്ട് പോസ്റ്റ് ക്രൈസിസ് ഇവാലുവേഷൻ. ഒരു ക്രൈസിസിന് ശേഷം നമ്മൾ ഇവാലുവേഷൻ നടത്തണം. എങ്ങനെയാണ് നമ്മളത് മാനേജ് ചെയ്തത്, എന്തൊക്കെ പാഠങ്ങളാണ്, ഐഡൻറ്റിഫൈ ദ ലെസൺസ് ലേൺഡ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ നിന്ന് പഠിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ. റിവൈസ് സ്ട്രാറ്റജീസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ചേഞ്ചസ് ടു ഇംപ്രൂവ് റീസൈലൻസ്, അല്ലേ? നമ്മുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിവൈസ് ചെയ്യുക. അങ്ങനെ ഭാവിയിൽ നമ്മുടെ പ്രതിരോധം ഒന്നുകൂടി ശക്തമാക്കുന്നതിനുള്ള നടപടികളെടുക്കുക. റെഗുലർലി ടെസ്റ്റ് ക്രൈസിസ് സ്ട്രാറ്റജി. ഒരു ക്രൈസിസ് സ്ട്രാറ്റജി നമ്മൾ റെഗുലർലി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് കണ്ടക്ട് ആനുവൽ റിവ്യൂസ്. നമ്മൾ ഒരു ക്രൈസിസ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു ക്രൈസിസ് എപ്പോൾ വരുമെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് മുൻകൂട്ടി നമ്മൾ കണ്ടുകൊണ്ടുള്ള നടപടിയെടുക്കണം. അപ്പോൾ ആനുവലി എല്ലാ വർഷവും നമ്മൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യണം, അല്ലേ? ഏതൊക്കെ വീക്ക് ഏരിയകളുണ്ടോ, ക്രൈസിസ് പ്ലാൻ എന്താണെന്ന് അത് നമ്മൾ മുൻകൂട്ടി കണ്ടെത്തണം. ട്രെയിൻ ന്യൂ എംപ്ലോയീസ്, പുതിയ എംപ്ലോയീസിനെയും പുതിയ ലീഡേഴ്സിനെയൊക്കെ നമ്മൾ പുതിയ റെസ്പോൺസിബിലിറ്റി ക്രൈസിസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തുകയും അവരെ ആ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുത്ത് ട്രെയിൻ ചെയ്ത് നമ്മൾ റെഡിയാക്കി നിർത്തുകയും ചെയ്യണം, അല്ലേ? ഇനി ക്രൈസിസ് പ്രിവെൻഷൻ ആസ് എ സ്ട്രാറ്റജി. ക്രൈസിസ് പ്രിവെൻഷൻ ആസ് എ സ്ട്രാറ്റജി, ഒരു സ്ട്രാറ്റജി എന്ന നിലയിൽ ക്രൈസിസ് പ്രിവെൻഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയാണ്. ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യണം. അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പരസ്പരം ഒരു ഓപ്പൺ ഡയലോഗിലൂടെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി മുന്നോട്ട് പോകണം. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് അത് വേണമെങ്കിൽ ഒരു ക്രൈസിസിലേക്ക് നയിച്ചേക്കാം, അല്ലേ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. ഇംപ്ലിമെൻറ്റ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഇമ്പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ പാസ്റ്റിലുണ്ടായ നേരത്തെ ഉണ്ടായ ക്രൈസിസിനെ നമ്മൾ അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് എടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റങ്ങളോടെ വരുത്താൻ വേണ്ടി നമ്മൾ റെഡിയാക്കിയിരിക്കണം, അല്ലേ? ഇപ്പോൾ റെഡ്യൂസ് വൾണറബിലിറ്റീസ്, വീക്ക് ഏരിയാസ് നമ്മൾ പരമാവധി കുറയ്ക്കേണ്ടതുണ്ട്. ദെൻ ഓഡിറ്റ് റിസ്ക്. അസസ് വൾണറബിലിറ്റീസ് അറ്റ് ഓൾ ഓർഗനൈസേഷൻ ലെവൽസ് ആൻഡ് അഡ്രസ് പൊട്ടൻഷ്യൽ റിസ്ക്. അപ്പോൾ നമുക്ക് റിസ്കിനെ സംബന്ധിച്ചൊരു ഓഡിറ്റ്, അതായത് ഒരു കണക്കെടുപ്പ് നടത്തണം. ഏതൊക്കെ ഏരിയകളിലാണ് റിസ്ക് കൂടുതൽ, അല്ലെ? റിസ്ക് ഓർഗനൈസേഷൻ ലെവലിലേക്ക് ഏത് ലെവലിലേക്കാണ് ഇത്തരത്തിലുള്ള വീക്ക് ഏരിയാസ് ഉള്ളത്. അപ്പോൾ പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ടെങ്കിൽ, സാധ്യതയുള്ള റിസ്ക് ഉണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി റെഡിയാവുക. കളക്ട് ഇൻ്റലിജൻസ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം, അല്ലേ? ഫോർസീ ചെയ്യേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുക. നമ്മൾ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ പഠിക്കണം. മോണിറ്റർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. പൊളിറ്റിക്കൽ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ മാറിയേക്കാം, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള അതിനനുസരിച്ച് നമുക്ക് ക്രൈസിസും വന്നേക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആവശ്യമായ വിവരങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടെത്തണം, അല്ലേ? അല്ലെങ്കിൽ ശേഖരിച്ച് വെക്കണം. ദെൻ മെയിൻറ്റെയിൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതായത് ഡെമോൺസ്ട്രേറ്റ് ജെനുവിൻ കൺസേൺ ഫോർ എംപ്ലോയീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ത്രൂ കൺസിസ്റ്റൻറ്റ് ആക്ഷൻസ്. നമ്മുടെ സ്ഥാപനത്തിലെ ജീവനക്കാരായിക്കോട്ടെ, നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് കമ്മ്യൂണിറ്റികളായിക്കോട്ടെ, അവരോടെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ജെനുവിനായിട്ടുള്ള ഒരു കൺസേൺ, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളവർക്ക് തോന്നേണ്ടതാണ്. ത്രൂ കൺസിസ്റ്റൻറ്റ് ആക്ഷൻസ് ഫോസ്റ്ററിങ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി ഡ്യൂറിങ് ക്രൈസിസ്. ഒരു ക്രൈസിസിൻ്റെ സമയത്താണെങ്കിലും ആ ഒരു ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ഒന്നും നഷ്ടപ്പെടാതെ നോക്കേണ്ടതും ചെയ്യേണ്ടതാണ്, അല്ലേ? ദെൻ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ക്രൈസിസ് പ്രിപ്പയർനെസ് ആൻഡ് റെസ്പോൺസ് സ്ട്രാറ്റജീസ് ആണ്.
ക്രൈസിസ് പ്രിപ്പയർനെസ്, ക്രൈസിസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആവുക, അതുമായിട്ടുള്ള റെസ്പോൺസ് സ്ട്രാറ്റജീസ് കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇതും വരിക. ക്രൈസിസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ക്രൈസിസ് പ്ലാനിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടി, ഒരു പൊട്ടൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി, ഒരു വിപുലമായിട്ടുള്ളൊരു സ്ട്രാറ്റജി നമ്മൾ കണ്ടെത്തി വയ്ക്കുക അല്ലേ. ഇൻക്ലൂഡിങ് ഐഡൻറ്റിഫൈയിങ് റെസ്പോൺസ് ടീംസ്, ആരൊക്കെയായിരിക്കണം ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള ടീമുകൾ ആരൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ പ്ലാനുകൾ എങ്ങനെയായിരിക്കണം, ക്രൈസിസ് സ്റ്റിമുലേഷൻ എക്സർസൈസ്, നമ്മൾ ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ നേരിടുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു മോക്ക് ഡ്രില്ല് പോലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നടത്തി വയ്ക്കുക. അപ്പോൾ അതൊക്കെ ക്രൈസിസ് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ക്രൈസിസ് പ്രിപ്പയർനെസ് വേഴ്സസ് ക്രൈസിസ് റെസ്പോൺസ്, അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ക്രൈസിസ് പ്രിപ്പയർനെസ്സും ക്രൈസിസ് റെസ്പോൺസും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് പ്രിപ്പയർനെസ് ഫോക്കസ് ഓൺ പ്രോആക്റ്റീവ് പ്ലാനിങ്. ക്രൈസിസ് പ്രിപ്പയർനെസ് എന്ന് വെച്ചാൽ നമ്മൾ ക്രൈസിസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ് അല്ലേ, പ്രോആക്റ്റീവായിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയാണ്. ഇൻക്ലൂഡിങ് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് സപ്ലൈ സ്റ്റോക്കിംഗ് വൈൽ റെസ്പോൺസ് ഇൻവോൾവ്സ്. റെസ്പോൺസ് എന്താണ് പറയുക ഉദ്ദേശിക്കുന്നത്? ഇമ്മീഡിയറ്റ് ആക്ഷൻ ടു മിറ്റിഗേറ്റ് ഹാം ഡ്യൂറിങ് എ ക്രൈസിസ്. ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ പരമാവധി നമ്മുടെ ഹാം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഉപദ്രവം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് ക്രൈസിസ് റെസ്പോൺസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ക്രൈസിസ് പ്രിപ്പയർനെസ് ക്രൈസിസ് ഉണ്ടാകുന്നതിന് മുമ്പാണെങ്കിൽ, ക്രൈസിസ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ബിസിനസ് കണ്ടിന്യൂറ്റി സ്ട്രാറ്റജീസ് അല്ലേ, ബിസിനസ് കണ്ടിന്യൂറ്റി സ്ട്രാറ്റജീസ്. അതായത് ഒരു ബിസിനസ് ക്രൈസിസിൻ്റെ സമയത്തും ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ബിസിനസ് ഓപ്പറേഷൻസിന് തടസ്സം വരാൻ പാടില്ല അല്ലേ. എൻഷുർ എസെൻഷ്യൽ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ഡ്യൂറിങ് ക്രൈസിസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഐഡൻറ്റിഫൈയിങ് കീ പ്രോസസ്സ്, ഒരു സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. എസ്റ്റാബ്ലിഷിംഗ് പ്രോട്ടോകോൾസ്, അത് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. ആൻഡ് ഡെവലപ്പിംഗ് കണ്ടിൻജൻസി പ്ലാൻ ടു സസ്റ്റെയിൻ ബിസിനസ് ഫംഗ്ഷൻസ്. ഈ ബിസിനസ് ഫംഗ്ഷൻസ് അതേപോലെ തുടർന്ന് പോകുന്നതിന് വേണ്ടി അല്ലേ, സസ്റ്റെയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടി അതിനാവശ്യമായിട്ട് പ്ലാനുകൾ റെഡിയാക്കുക. അതൊക്കെയാണ് ബിസിനസ് കണ്ടിന്യൂറ്റി സ്ട്രാറ്റജീസിൽ വരിക. ദെൻ ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ് സ്ട്രാറ്റജീസ് ടു കമ്മ്യൂണിക്കേറ്റ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡ്യൂറിങ് ക്രൈസിസ്. അപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടായാലും നമ്മൾ പല കാര്യങ്ങളും മറച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളായിക്കോട്ടെ, അവർക്കെല്ലാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകണം. ഇറ്റ് എൻഷുർസ് ട്രാൻസ്പെറൻസി ആൻഡ് ട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ്, ഒന്നും ഒളിക്കുന്നില്ല എന്നുള്ള വരും. അപ്പോൾ നമുക്ക് ഒരു ട്രസ്റ്റ് കിട്ടും മറ്റുള്ളവരുടെ. വൈൽ മാനേജിങ് ദ ഓർഗനൈസേഷൻ ഇമേജ് ത്രൂ മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് എഫോർട്സ്. മീഡിയ വഴിയും മറ്റ് പബ്ലിക് റിലേഷൻസിലൂടെയൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആ ഒരു റെപ്യൂട്ടേഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ദെൻ റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അസസ്മെൻറ്റ്. റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അസസ്മെൻറ്റ് അല്ലേ, റിസ്ക് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തുകയും അതിനെ നമ്മൾ അസസ് ചെയ്യുകയും ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ റിസ്ക് ഫോളോഡ് ബൈ അസസ്മെൻറ്റ് യൂസിങ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പല മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ റിസ്ക് നമ്മൾ കണ്ടെത്തുകയും അസസ് ചെയ്യുകയും ചെയ്യണം. ഇറ്റ് ഹെൽപ്സ് പ്രയോറിറ്റൈസ് റിസ്ക് ബേസ്ഡ് ഓൺ ദിയർ ഇമ്പാക്റ്റ് ഗെയിനിങ് ക്രൈസിസ് പ്രിപ്പയർനെസ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഏതൊക്കെ ടൈപ്പുള്ള റിസ്ക്കുകളാണെന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാനും നമുക്ക് കൃത്യമായിട്ടുള്ള നടപടികൾ ക്രൈസിസ് പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിട്ട് എടുക്കാനും സാധിക്കും. ദെൻ റെഗുലേറ്ററി കംപ്ലയിൻസ് ആൻഡ് റിസ്ക് അല്ലേ, റെഗുലേറ്ററി കംപ്ലയിൻസ്, അതായത് ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുവീഴ്ച ഉണ്ടാകരുത് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴും. എൻഷുവേഴ്സ് ബിസിനസ് അഡ്ഹിയർ ടു ലോക്കൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ടു മിനിമൈസ് ലീഗൽ റിസ്ക് അല്ലേ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. അപ്പോൾ ലീഗലായിട്ടുള്ള റിസ്ക്കുകൾ അല്ലെങ്കിൽ വേറെ വരും. വിത്ത് എഫക്റ്റീവ് ഗവേണൻസ് പ്രാക്ടീസ് എൻഹാൻസിങ് റീസൈലൻസ് ഡ്യൂറിങ് ക്രൈസിസ് അല്ലേ. അപ്പോൾ ക്രൈസിസിൻ്റെ സമയത്ത് നമ്മൾ അതിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഗവേണൻസ് പ്രാക്ടീസുകൾ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ബിസിനസ് റീസൈലൻസ് അതും ഏകദേശം അത് തന്നെയാണ്. ഫോക്കസ് ഓൺ പ്രിപ്പയറിംഗ് ഓർഗനൈസേഷൻ ടു റിക്കവർ ഫ്രം ഡിസറപ്ഷൻസ് അല്ലേ. അതായത് നമുക്ക് ഡിസറപ്ഷൻസ് ക്രൈസിസിൻ്റെ ഭാഗമായിട്ട് തകർച്ച ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷനെ പ്രിപ്പയർ ചെയ്യുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇറ്റ് ഇൻക്ലൂഡ്സ് അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് സ്ട്രെങ്തനിങ് ഓർഗനൈസേഷണൽ കൾച്ചർ ടു ഡീൽ വിത്ത് അൺസർട്ടനിറ്റീസ് ആൻഡ് ചലഞ്ചസ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ തക്ക വിധത്തിലുള്ള ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ അതിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. അതിനുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ദെൻ ക്രൈസിസ് സിമുലേഷൻ എക്സർസൈസ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മളതിനെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്രൈസിസിന് മുന്നിൽ ആളുകൾ ചിലപ്പോൾ പകച്ചു പോകാം. അപ്പോൾ അത് ഒരു ക്രൈസിസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു എക്സർസൈസ് അല്ലെങ്കിൽ ഡ്രിൽ, ഒരു മോക്ക് ഡ്രില്ലൊക്കെ നടത്തി നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാവുന്നതാണ്. പ്രൊആക്റ്റീവ് ഡ്രിൽസ് ദാറ്റ് സ്റ്റിമുലേറ്റ് ക്രൈസിസ് സെനാരിയോ. ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന ഒരു സെനാരിയോ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളതിനെ നേരിടുക എന്നുള്ളതിനെക്കുറിച്ച് പ്രൊആക്റ്റീവ് ഡ്രില്ല്
ടു ടെസ്റ്റ് പ്രിപ്പയർനെസ് ആൻഡ് ഇംപ്രൂവ് റെസ്പോൺസ് സ്ട്രാറ്റജി അല്ലേ. അപ്പോൾ നമ്മൾ ക്രൈസിസ് പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള മോക്ക് ഡ്രില്ലുകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. ദേ ഹെൽപ്പ് ടീം പ്രാക്ടീസ് റിയൽ വേൾഡ് സിറ്റുവേഷൻ ആൻഡ് റിഫൈൻ ദെയർ ക്രൈസിസ് മാനേജ്മെൻറ്റ് സ്കിൽ അല്ലേ. അപ്പോൾ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ വേൾഡിൽ അത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് ഒരു ബോധ്യമുണ്ടാകും ആ സമയത്ത്. ദെൻ റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കണം. മിറ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളതാണ്, ലഘൂകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് പരമാവധി കുറയ്ക്കുന്നതിന് ആവശ്യമായുള്ള സ്റ്റെപ്പുകൾ എടുക്കണം. പ്രൊആക്റ്റീവ് സ്റ്റെപ്പ് ടു റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ഐഡൻറ്റിഫൈഡ് റിസ്ക്. ദീ സ്ട്രാറ്റജി ഫോക്കസ് ഓൺ പ്രിവെൻഷൻ ആൻഡ് മിനിമൈസിങ് ഡാമേജ് ഡ്യൂറിങ് ക്രൈസിസ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരമാവധി ഡാമേജുകൾ ക്രൈസിസിൻ്റെ സമയത്ത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ദെൻ റീസൈലൻസ് ഇൻ ബിസിനസ്സിൽ നമ്മൾ റീസൈലൻസ് ഉറപ്പുവരുത്തണം. അതായത് പ്രതിരോധം, ഇത്തരത്തിലുള്ള ക്രൈസിസ് വരുമ്പോൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇൻവോൾവ് സ്ട്രാറ്റജീസ് ദാറ്റ് ഹെൽപ്പ് ബിസിനസ് അഡാപ്റ്റ്, റിക്കവർ ആൻഡ് ത്രൈവ് ഡ്യൂറിങ് ഡിസറപ്ഷൻസ്. തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യുക, അതിൽ നിന്ന് മുന്നേറുക, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക, അങ്ങനെ പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ബിസിനസ്സിൽ റീസൈലൻസ് ഉറപ്പുവരുത്താം. ദെൻ ക്രൈസിസ് ലീഡർഷിപ്പ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. ടൈംലി നമ്മൾ ഡിസിഷൻ എടുക്കണം, മറ്റുള്ള ആളുകൾക്ക് നമ്മൾ കോൺഫിഡൻസ് കൊടുക്കണം അല്ലേ. അപ്പോൾ ലീഡേഴ്സ് നീഡ് ടു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ഓർഗനൈസേഷണൽ പ്രയോറിറ്റീസ് ആൻഡ് ലീഡ് ദ റെസ്പോൺസ് എഫക്റ്റീവ്ലി. അപ്പോൾ ഓർഗനൈസേഷൻ്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്, ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് എന്തിനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ലീഡർമാർക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം. ദെൻ റിസ്ക് കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്സ് അല്ലേ. അതായത് പ്രൊഫഷണൽ സ്കിൽഡ് ഇൻ ക്ലിയർ ആൻഡ് കൺസൈസ് കമ്മ്യൂണിക്കേഷൻ. ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമായിട്ട് നടക്കണം. കൺസൈസ് ആയിട്ട്, ക്ലിയർ ആയിട്ട്, അതായത് ചുരുക്കത്തിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിവുള്ള ആളുകളെ നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി നിയമിക്കേണ്ടതുണ്ടല്ലേ. ദേ ഹെൽപ്പ് മെയിൻറ്റെയിനിങ് ട്രാൻസ്പെറൻസി ആൻഡ് ട്രസ്റ്റ്. ഇപ്പോൾ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി അവരത് സഹായിക്കും. ദെൻ ക്രൈസിസ് റിസ്ക് അസസ്മെൻ്റ് ആണ് അടുത്തത്. ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ലൈക്ലിഹുഡ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ക്രൈസിസ്. ഉണ്ടാകാൻ സാധ്യതയുള്ള ക്രൈസിസ് അല്ലേ, അത് നമ്മൾ മുൻകൂട്ടി കാണുകയും അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയും ചെയ്യുക. ഇറ്റ് ഹെൽപ്സ് പ്രയോറിറ്റീസ് റിസ്ക് ആൻഡ് അലോക്കേറ്റ് റിസോഴ്സ് എഫക്റ്റീവ്ലി ഫോർ ക്രൈസിസ് മാനേജ്മെൻറ്റ്. നമ്മൾ മുൻ പറഞ്ഞ പോയിന്റുകളുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. നമുക്ക് റിസ്ക് കൃത്യമായിട്ട് പൊട്ടൻഷ്യൽ റിസ്ക് മനസ്സിലാക്കിയിട്ട് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ, മുൻഗണന അടിസ്ഥാനത്തിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രി സ്പെസിഫിക് റിസ്ക് മാനേജ്മെൻറ്റാണ് അടുത്തത്. ടൈലേർഡ് റിസ്ക് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് സ്പെസിഫിക് ടു ഇൻഡസ്ട്രി. ഓരോ ഇൻഡസ്ട്രിക്കും സ്പെസിഫിക് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. അത്തരത്തിലുള്ള റിസ്ക്കുകൾ എന്തൊക്കെയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നുള്ളത് നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ച് നേരിടാനുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് വയ്ക്കുക. ഗവൺമെൻറ് സപ്പോർട്ട് ഇൻ ക്രൈസിസ്. ഒരു ക്രൈസിസിൻ്റെ സമയത്ത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസ് ആവശ്യമായിട്ട് വരും. റെഗുലേറ്ററി ഫ്ലെക്സിബിലിറ്റി, ഫിനാൻഷ്യൽ സപ്പോർട്ട്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ടു എയ്ഡ് റിക്കവറി ആൻഡ് റീസൈലൻസ് അല്ലേ. അപ്പോൾ നമ്മുടെ സ്ഥാപനം റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റീസൈലൻസ് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ, മാക്സിമം സപ്പോർട്ടുകളെല്ലാം നമ്മൾ കളക്ട് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യണം. ആൻഡ് ലാസ്റ്റ്ലി ദ ക്രൈസിസ് റെസൊല്യൂഷൻ സ്ട്രാറ്റജീസ് അല്ലേ. ഫോക്കസ് ഓൺ റിക്കവറി ആൻഡ് റീബിൽഡിംഗ് എഫോർട്ട് പോസ്റ്റ് ക്രൈസിസ്. ഒരു ക്രൈസിസിന് ശേഷം നമ്മൾ പോസ്റ്റ് ക്രൈസിസ് എന്ന് വെച്ചാൽ ക്രൈസിസിന് ശേഷം നമ്മൾ റിക്കവറി എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇറ്റ് ഇൻക്ലൂഡ്സ് അസസിങ് ഡാമേജസ്, നമുക്ക് എന്തുമാത്രം നഷ്ടങ്ങളുണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ അസസ് ചെയ്യുന്നു. റിസ്റ്റോറിംഗ് ഓപ്പറേഷൻസ്, നമ്മുടെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുന്നു. ലേണിംഗ് ഫ്രം ക്രൈസിസ് ടു ഇംപ്രൂവ് ഫ്യൂച്ചർ ക്രൈസിസ് മാനേജ്മെൻറ്റ്. നമ്മൾ ഈ ഒരു അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഫ്യൂച്ചറിലെ ക്രൈസിസിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ക്രൈസിസ് റെസൊല്യൂഷൻ സ്ട്രാറ്റജീസിൻ്റെ ഭാഗമായിട്ട് നമുക്കത് ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ക്രൈസിസ് മാനേജ്മെൻറ്റായിട്ട് പഠിച്ചു വയ്ക്കേണ്ടത്. ക്രൈസിസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അല്ലേ. ക്രൈസിസ് മാനേജ്മെൻറ്റിലുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യും, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നതാണ്. ഓക്കെ, താങ്ക്